ഹായ് ഫ്രണ്ട്സ്, എൻജി ടോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുന്ന യൂടിപി കേബിൾ ക്രിമ്പിങ്ങിനെ കുറിച്ചാണ്. അത് കാറ്റ്6 കേബിളിനെ ക്രിമ്പ് ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ്. ഈ കേബിൾ ക്രിമ്പിംഗ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് വരുന്നത്. ഒന്ന് T568A, അതുപോലെ ഒന്ന് T568B. ഈ T568A എന്ന് പറയുന്നത് ക്രോസ് ഓവർ ക്രിമ്പിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. T568B എന്നത് സ്ട്രെയിറ്റ് ത്രൂ ക്രിമ്പിംഗ്. ഈ ക്രിമ്പിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. T568B സ്ട്രെയിറ്റ് ത്രൂ ക്രിമ്പിങ്ങിനെ കുറിച്ചാണ് നമ്മൾ രണ്ട് തരത്തിലുള്ള ക്രിമ്പിങ്ങിനെ കുറിച്ച് പറയേണ്ടത്. അതിനകത്ത് സ്ട്രെയിറ്റ് ത്രൂ ക്രിമ്പിംഗ് അഥവാ T568B എന്ന ക്രിമ്പിങ്ങിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഈ T568B എന്ന ക്രിമ്പിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് വിവിധ തരത്തിലുള്ള ഡിവൈസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു സ്വിച്ച് ടു സിസ്റ്റം ആ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ T568B എന്ന കണക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. T568Bയുടെ കളർ കോഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കളർ കോഡ് എന്ന് പറയുന്നത് വൈറ്റ് ഓറഞ്ച്, വൈറ്റ് ഗ്രീന് ബ്ലൂ, വൈറ്റ് ബ്ലൂ ഗ്രീന്, വൈറ്റ് ബ്രൗൺ. ഈ ഒരു കളർ കോഡിലാണ് നമ്മൾ ഈ ഒരു കേബിൾ അറേഞ്ച് ചെയ്യുന്നത്. അതിലോട്ടാണ് നമ്മൾ എന്ത് ചോദിച്ചാൽ നമ്മൾ RJ45 ജാക്ക് കണക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു കളർ കോഡ് കോമ്പിനേഷൻ ചെയ്യുന്നതിന് മുന്നേ കേബിളിൻ്റെ ഇൻസുലേഷൻ കളയുന്നതിന് ഒക്കെയാണ്. ഈ ഇൻസുലേഷൻ കളയുന്ന സമയത്ത് നമുക്ക് ആ കേബിളുകൾ ചുരുണ്ട് വരണ്ട് കിടക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. ഇൻസുലേഷൻ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വരുന്ന കേബിളിന് നമുക്ക് കാണാൻ വയ്യ. അതായത് ഇൻസുലേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കളഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് കേബിളുകൾ തമ്മിൽ ചുറ്റിപ്പരണ്ട് കിടക്കുന്ന രീതിയിലുള്ള ഒരു കേബിൾ, കുറച്ച് വയറുകളായിരിക്കും. ഈ വയറുകൾ എന്ന് പറഞ്ഞാൽ 8 വയറുകളാണ് ഇതിനകത്ത് ഉണ്ടാവുക. അതിനിടയ്ക്ക് ഒരു നൈലോണിൻ്റെ നൂലുകളായിട്ടുള്ള ഒരു ചെറിയ പാട്ട് കാണാം. പിന്നെ അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലും കാണാം. അത് രണ്ടും നമ്മൾ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ കേബിളുകളെ ഒരുമിപ്പിച്ചതിന് ശേഷം വേണം, അതായത് അറേഞ്ച് ചെയ്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഇതിനെ ക്രിമ്പ് ചെയ്യുന്നത്. അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് T568B എന്ന് പറയുന്നതിൻ്റെ കളർ സ്റ്റാൻഡേർഡാണ് ഞാൻ നേരത്തെ പറയേണ്ടായി. വൈറ്റ് ഓറഞ്ച്, വൈറ്റ് ഗ്രീന് ബ്ലൂ, വൈറ്റ് ബ്ലൂ ഗ്രീന്, വൈറ്റ് ബ്രൗൺ. ഈ ഒരു രീതിയിലാണ് നമ്മളിത് കേബിളിനെ അറേഞ്ച് ചെയ്യുന്നത്. അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ കറക്റ്റ് ചെയ്തിട്ട് ആ കേബിളിനെ കട്ട് ചെയ്തെടുക്കുന്നു. കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് RJ45 ജാക്ക് നന്നായിട്ട് ഇറക്കി വെക്കണം. ഇറക്കി വെക്കുന്നത് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അതിൻ്റെ ആ ഇൻസുലേഷൻ, അതായത് കേബിളിൻ്റെ ഇൻസുലേഷൻ ആ ഒരു ലോക്കിനുള്ളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ജാക്ക് ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് വേണം അതിനെ ക്രിമ്പിംഗ് ടൂളിനുള്ളിലോട്ട് വെച്ചിട്ട് നമ്മൾ ക്രിമ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് ആ ക്രിമ്പ് ചെയ്തെടുത്തത് എന്നിട്ട് നമ്മൾ കറക്റ്റ്, അതായത് ക്രിമ്പ് ചെയ്യുന്നതിന് മുന്നേ കേബിൾ കറക്റ്റായിട്ട് അതിനകത്തേക്ക് ഇൻസേർട്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. അത് ഇൻസേർട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പഞ്ച് ചെയ്തതിന് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആ ജാക്ക് ക്രിമ്പിംഗ് ടൂളിനുള്ളിൽ വെച്ചിട്ട് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ജാക്ക് കംപ്ലൈൻ്റ് ആയി പോവുകയും ചെയ്യും. നമുക്ക് കണക്ടിവിറ്റി കറക്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമതും അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ രണ്ടാമതും ക്രിമ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മളതിനെ ആദ്യം ഒന്നുകൂടി കറക്റ്റ് വെച്ച് നോക്കിയതിന് ശേഷം കേബിളുകൾ കറക്റ്റായിട്ട് ആ ഒരു ഇതിനുള്ളിൽ ആ ജാക്കിനുള്ളിലേക്ക് ഇൻസേർട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ടൂളിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ പഞ്ച് ചെയ്യാം. ഇതാണ് ആ ഒരു പഞ്ചിങ്ങിൻ്റെ രീതി വരുന്നത്. ഈ സ്ട്രെയിറ്റ് ത്രൂ ക്രിമ്പിംഗ് ഒന്ന് ചെയ്ത് നോക്കാം. അതായത് സ്ട്രെയിറ്റ് ത്രൂ ക്രിമ്പിംഗ് എന്ന് ഞാൻ നേരത്തെ പറയേണ്ടായി. T568B എന്ന സ്റ്റാൻഡേർഡിൽ വരുന്ന ഈ ഒരു ക്രിമ്പിംഗ് നമുക്ക് ചെയ്ത് നോക്കാം. ക്രിമ്പിങ്ങിന് വരുന്ന കളർ കോഡുകൾ എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം. വൈറ്റ് ഓറഞ്ച്, വൈറ്റ് ഗ്രീൻ ബ്ലൂ, വൈറ്റ് ബ്ലൂ ഗ്രീന്, വൈറ്റ് ബ്രൗൺ. ഈ കളർ കോഡിലാണ് നമ്മളിത് ക്രിമ്പ് ചെയ്യുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.